ഇന്ന് ലോകം മുഴുവൻ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് വിരൽത്തുമ്പിലെ ചില ആപ്പുകളിലൂടെയാണ്. ഭൂഖണ്ഡങ്ങൾക്കപ്പുറമുള്ള മനുഷ്യരെ ഒരൊറ്റ ക്ലിക്കിൽ സുഹൃത്തുക്കളാക്കി മാറ്റിയ ആ വിപ്ലവത്തിന് പിന്നിൽ ഒരാളുണ്ട്, മാർക്ക് സക്കർബർഗ്. വെറുമൊരു കോളേജ് ഹോസ്റ്റൽ മുറിയിൽ നിന്ന് തുടങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായി മാറിയ സക്കർബർഗിൻ്റെ ജീവിതം അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. എങ്ങനെയാണ് അദ്ദേഹം ഫേസ്ബുക്ക് എന്ന സാമ്രാജ്യം കെട്ടിപ്പടുത്തത്? നമുക്ക് നോക്കാം. 1984 മെയ് 14 ന്യൂയോർക്കിലെ വൈറ്റ് പ്ലെയിൻസിലാണ് മാർക്ക് ഏലിയറ്റ് സക്കർബർഗ് ജനിച്ചത്. പിതാവ് എഡ്വേർഡ് സക്കർബർഗ് ഒരു ദന്ത ഡോക്ടറായിരുന്നു. ചെറുപ്പം മുതലേ കമ്പ്യൂട്ടറുകളോടും പ്രോഗ്രാമിങ്ങിനോടും മാർക്കിന് അസാധാരണമായൊരു താല്പര്യമുണ്ടായിരുന്നു. വെറും 12-ാം വയസ്സിൽ അദ്ദേഹം സക്നെറ്റ് എന്നൊരു മെസ്സേജിംഗ് പ്രോഗ്രാം വികസിപ്പിച്ചിരുന്നു. തൻ്റെ പിതാവിൻ്റെ ക്ലിനിക്കിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് അദ്ദേഹം അത് നിർമ്മിച്ചത്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വലിയ കമ്പനികൾക്ക് അദ്ദേഹത്തിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും മാർക്കിൻ്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. ഹാർവാർഡ് സർവകലാശാലയിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറിമറിയുന്നത്. തുടക്കത്തിൽ ഫേസ് മാഷ് എന്നൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി ക്യാമ്പസിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച മാർക്ക് പിന്നീട് തൻ്റെ സുഹൃത്തുക്കളായ എഡ്വേർഡോ സാവറിൻ, ഡസ്റ്റിൻ മോസ്കോവിറ്റ്സ് എന്നിവരുമായി ചേർന്ന് 2004 ഫെബ്രുവരിയിൽ ദ ഫേസ്ബുക്ക് എന്ന വെബ്സൈറ്റ് ആരംഭിച്ചു. വിദ്യാർത്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. എന്നാൽ ആഴ്ചകൾക്കുള്ളിൽ ഹാർവാർഡ് കടന്ന് അമേരിക്കയിലെ പ്രമുഖ സർവകലാശാലകൾക്കെല്ലാം ഫേസ്ബുക്ക് പടർന്നു പിടിച്ചു. തുടർന്ന് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അദ്ദേഹം സിലിക്കൺ വാലിയിലേക്ക് ചേക്കേറി. ഫേസ്ബുക്കിൻ്റെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. തനിക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള കമ്പനികളെയെല്ലാം തന്നെ ഏറ്റെടുക്കുക എന്നതായിരുന്നു സക്കർബർഗിൻ്റെ തന്ത്രം. 2012 $100 കോടി ഇൻസ്റ്റാഗ്രാമിനെയും 2014 $1900 കോടി വാട്സപ്പിനെയും ഏറ്റെടുത്തോടെ സോഷ്യൽ മീഡിയ ലോകത്തെ അനിഷേധ്യ നേതാവായി അദ്ദേഹം മാറി. ഇതോടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ള പ്ലാറ്റ്ഫോമുകളുടെ ഉടമയായി മാർക്ക് മാറി. 2021 തൻ്റെ കമ്പനിയുടെ പേര് മെറ്റ എന്നാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം ലോകത്തെ വീണ്ടും ഞെട്ടിച്ചു. വെറും ഒരു സോഷ്യൽ മീഡിയ കമ്പനി എന്നതിൽ നിന്നും വെർച്വൽ റിയാലിറ്റിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സമന്വയിപ്പിക്കുന്ന മെറ്റാവേഴ്സ് എന്ന ഭാവി സാങ്കേതിക വിദ്യയിലേക്ക് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഡിജിറ്റൽ ലോകത്ത് നമുക്ക് നേരിട്ടിടപെടാൻ കഴിയുന്ന ഒരു പ്രപഞ്ചമാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്നത്. 2026 കണക്കുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളാണ് അദ്ദേഹം. വിമർശനങ്ങളും വെല്ലുവിളികളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒപ്പമുണ്ടായിരുന്നു. സ്വകാര്യത ലംഘനങ്ങളെക്കുറിച്ചും ഡേറ്റ ചോർച്ചയെക്കുറിച്ചും ലോകമെമ്പാടും ചർച്ചകളുണ്ടായി. എന്നാൽ തൻ്റെ കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്നാണ് സക്കർബർഗിൻ്റെ വിജയം. ശതകോടീശ്വരനാണെങ്കിലും ഇന്നും ലളിതമായ വസ്ത്രധാരണവും ജീവിതശൈലിയും അദ്ദേഹത്തെ തുടരുന്നു. പണത്തേക്കാൾ തൻ്റെ വിഷനിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. വേഗത്തിൽ നീങ്ങുക, തടസ്സങ്ങൾ തകർക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ മന്ത്രം. ലോകത്തെ പരസ്പരം ബന്ധിപ്പിക്കുക എന്ന തൻ്റെ ലക്ഷ്യത്തിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. ഇനിയും വരാനിരിക്കുന്ന സാങ്കേതിക വിപ്ലവങ്ങൾക്ക് മാർക്ക് സക്കർബർഗ് നേതൃത്വം നൽകിക്കൊണ്ടേയിരിക്കും.